ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ എണീറ്റ പാട് നിൽക്കാം കേട്ടോ. എണീക്കാൻ വൈകിപ്പോയി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലേറ്റായിട്ട് എണീക്കുന്നത്. അപ്പോൾ നല്ല വിശപ്പെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പ്. ഇപ്പോഴാണെങ്കിൽ രാവിലെ ആണെങ്കിൽ റാഗിയാണ് കേട്ടോ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റാഗി. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും റാഗി കഴിക്കാൻ ഇത്ര കൊതിയോന്ന്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രിപ്പറേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കണം. അമ്മയുടെ അടുത്തോട്ട് ചിലട്ട് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അമ്മ നേരത്തെ കഴിഞ്ഞിട്ട് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. ചെല്ലടാ. പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുട്ടും ചെറുപയറും അച്ഛനാണ് കേട്ടോ, അച്ഛനാ. അപ്പം ഞങ്ങൾക്ക് റാഗി ഏത്തക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഏത്തക്കൊക്കെ ആദ്യം അരിയണം. പിന്നെ റാഗി ചൂടാക്കും അല്ലേ? ഏത്തക്ക ഓർമ്മണ്ടായിരുന്നില്ലേ? കാപ്പി എടുക്കട്ടെ? കർമ്മൂസേ എന്താ ചോറ് മതിയായില്ലേ? മീൻ ഇതിൽ കുറച്ച് മീരിക്കിൻ്റെ അടുത്ത് വെള്ളത്തിലോട്ട് കഴിഞ്ഞാൽ ചാളയാണ്. എന്തിനാടേ കരഞ്ഞോണ്ടിരിക്കുന്നേ? ഒരു പൂച്ചയുണ്ട്, കറമ്പൂസ്. നമ്മള് കറമ്പൂസ് വിളിക്കണം കേട്ടോ. കഴിക്കാനായിട്ട് കൃത്യസമയത്ത് വരും. അവൻ ആദ്യം കൊടുത്തത് പോരാ, ഇത് തൃപ്തിയായിട്ടില്ല അത്ര. അപ്പമ്മ വീണ്ടും അവരടുത്ത് കൊടുത്തതാണ്. നമ്മൾ ആദ്യം ഏത്തയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. എനിക്ക് പാത്രം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അനിയൻ വാങ്ങിക്കൊണ്ടുവന്ന ബാംഗ്ലൂരിലുള്ള സമയത്ത് അങ്ങനെ ഞാൻ റാഗി കഴിക്കാറുണ്ട്. രസമല്ലേ? ഇത് അമ്മയ്ക്ക്. ഏത്തക്ക ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് റാഗി, പാല്, കപ്പലണ്ടി, ചീടൊക്കെ ചേർക്കും. പാല് ചേർത്തോ? ഇത് നമുക്ക് ചെടിക്ക് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഇനി ചെടിക്ക് അരിഞ്ഞിടാം. ഏത്തക്കത്തോലേക്ക് ചെടിക്ക് അരിഞ്ഞിടാം. കഴിച്ചിട്ട് ചെയ്യാം. എന്താ ഞാൻ വെച്ചിട്ടുണ്ടോ? അല്ല, പാലുണ്ടായിരുന്നില്ലേ? അല്ല, കത്തിച്ചിട്ടുണ്ടായിരുന്നില്ലാന്നോ? ഇപ്പൊ കണ്ടോ, പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് റാഗിയില്ലേ? റാഗി എത്ര ടീസ്പൂൺ എടുക്കാറ്? ഉണ്ട്. നല്ല വിശക്കുന്നു. രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട്. ഞാനും കഴിച്ചില്ല. കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. വിശപ്പുണ്ടായിരുന്നില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ റാഗി. ഇത് കുടിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ ഡയറ്റീഷ്യൻ പറഞ്ഞു തന്ന റെസിപ്പിയാണിത്. ഞങ്ങൾക്കിത് ഇഷ്ടമായതുകൊണ്ട് ഒരു ദിവസം രമേശ് വന്നപ്പം, അനിയൻ വന്നപ്പം ഇത് വലിയ കാര്യത്തിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ആളത് കഴിച്ചില്ല, ആൾക്ക് ഇഷ്ടമായില്ല.
ഇത് റാഗി കുറുക്കാനാണ് കേട്ടോ വെള്ളം ഒഴിച്ചത്. ഇനി അതിലേക്ക് നമ്മൾ റാഗിപ്പൊടി ചേർക്കണം. റാഗി ഗ്യാസ് കിട്ടുന്നുണ്ടോ? കപ്പലണ്ടി സീഡോ കുറച്ചേ ഉള്ളൂ. എവിടെ ഇതിനകത്താണോ? സീഡ് കിട്ടി. ഇതല്ലേ ഇത്രേ ഉള്ളൂ. മേടിക്കാറായില്ലേ? ഉച്ചക്കലത്തുള്ള ബീട്രൂട്ടാണ് കേട്ടോ. ഇതിനി ചോപ്പ് ചെയ്യണം. കഴിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ചെറുപയർ വെള്ളത്തിലിട്ടാ ഇത് മുളപ്പിക്കാൻ ഇട്ടാ കേട്ടോ, നാളെ നമുക്ക് കഴിക്കാനായിട്ട്. ശരിക്കും ഇത് തുണിയിലൊക്കെ പൊതിഞ്ഞല്ലേ വെക്കാറ്. ഞങ്ങൾ തുണിയിലൊക്കെ നമ്മൾ കോട്ടൺ തുണിയിലൊക്കെ പൊതിഞ്ഞാണ് ഇങ്ങനെ മുളപ്പിക്കാൻ വെക്കാറുണ്ട്. ഞങ്ങളിത് ഇങ്ങനെ വെള്ളത്തിൽ ഒഴിച്ച് വെക്കും. എന്നിട്ട് രാത്രി വെള്ളം നമ്മൾ ഊറ്റിക്കളയും. രാവിലെ ആകുമ്പോഴത്തേക്ക് മുളക്കിട്ട് ഞാൻ കാണിച്ചു തരാം നാളെ. അപ്പോൾ ഞായറാഴ്ച ഇടനേരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെറുപയർ മുളപ്പിച്ചത്. കണ്ടോ, അതിലേക്ക് നമ്മൾ റാഗി ഒഴിച്ചു. ഇനി പാല് എത്ര ഗ്ലാസാ? അരക്കപ്പ് പാൽ എനിക്കും അരക്കപ്പ് പാൽ അമ്മയ്ക്കും. നീ കപ്പലണ്ടി സീഡ് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ വിശപ്പുണ്ടെങ്കിൽ ഇങ്ങനെ തിന്നും. സീഡ് നമ്മൾ വാങ്ങിയിട്ട് നമ്മളിത് കഴുകി ഉണക്കിയിട്ട് വെക്കുന്ന കേട്ടോ. ഇനി ഒരു നുള്ളു ഉപ്പ് അല്ലേ? എന്തൊക്കെ ചെറുപയർ വെള്ളത്തിടാൻ വേണ്ടിയിട്ടല്ല, മറന്നു പോകാറില്ലേ? വീഴല്ലേ? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് കാണാം. നല്ല മഴക്കാര്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി പാത്രം കഴുകാനുണ്ട്, തുണി കഴുകാനുണ്ട്, ജോലികൾ കിടക്കണേ ഉള്ളൂ കേട്ടോ. 2 ദിവസത്തെ ഉണ്ട് തുണി കഴുകാനായിട്ട്. ഇന്നലെ മടിയായിപ്പോയി. ആദ്യം ബീറ്റ്റൂട്ട് ചോപ്പ് ചെയ്യണം ഉച്ചക്കലത്തേക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകണം, പിന്നെ തുണി കഴുകണം, പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പം ഇനി പണികളൊക്കെ ഒതുങ്ങിയിട്ട് കാണാം കേട്ടോ. തുണികളിങ്ങനെ ഇതാ ലോണ്ടറി ബാഗിൽ കൊണ്ടിങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്തേ ബീറ്റ്റൂട്ടല്ലേ ഇരിക്കുന്നേ? ചോപ്പ് ചെയ്യണം. എന്തോ ഉണ്ടാക്കുന്നേ? ഇത് അരിഞ്ഞില്ല അല്ലേ? ഏത്തക്കത്തൊലി
ഇത് 2 ഉള്ളൂ. അപ്പം ഇത് ചെടികൾക്ക് അരിഞ്ഞിടാന്ന് വിചാരിച്ചു. കളയണ്ടല്ലോ, ചെടികൾക്ക് അരിഞ്ഞിടാന്ന് വിചാരിച്ചു. ഇതാ പാത്രം കഴുകാനുണ്ട്. ഇതൊരു ചടങ്ങാണ് കേട്ടോ. പാത്രം നമ്മൾ കഴുകി ആദ്യം ഇതിൽ വെക്കും. എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഒരു കൊട്ട വെച്ചിട്ടുണ്ട്, ഇതിനകത്തോട്ട് വെക്കണം. കാരണം നന്നായിട്ട് ഉണങ്ങിയിട്ടേ നമ്മളിത് കബോർഡിനകത്തോട്ട് വെക്കത്തുള്ളൂ. നനയോടുകൂടി അങ്ങനെ വെക്കാറില്ല. അപ്പം ഇതിന് കബോർഡിൽ വെക്കാനുള്ളതാണ്. അപ്പം ഇതിനെ എടുത്ത് കബോർഡിൽ വെച്ചിട്ട് അവിടുത്തെ കൊട്ടയിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കണം. പിന്നെ അതിലോട്ട് കഴുകി വെക്കണം. അങ്ങനെ പണികൾ. അപ്പോൾ വേഗം തീർക്കണം. എന്നിട്ട് കുറച്ചിരുന്ന് പഠിക്കണം. VF എക്സാം വരുന്നുണ്ടല്ലോ, അപ്പം പഠിക്കണം. പിന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ടല്ലോ. ഇന്ന് ടൗണിൽ പോകണം, തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് പോകണം. അമ്മ മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇനി ഞാനും കൂടെ പോകണം. കാരണം എനിക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് പോകണം. ഫോട്ടോസ്റ്റാറ്റ്, കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. കറണ്ട് അഫയേഴ്സിന് എഴുതെടുക്കാനുള്ള സമയമൊന്നുമില്ല. കഴിഞ്ഞ ജനുവരിയിൽ കേട്ടോ, ഈ കഴിഞ്ഞ ജനുവരി മോൻ്റെ കല്യാണമില്ല, ആ ഒരു സമയത്ത് അവിടെ വരെ, ആ ഒരു ജനുവരി മാസം വരെ ഞാൻ കറക്റ്റായിട്ട് എഴുതി പോന്നിരുന്ന കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് എഴുതി പോയിരുന്ന. പിന്നെ ഇത് ബ്രേക്കായി. ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി എഴുതിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയെടുത്ത് പ്രിപ്പയർ ചെയ്ത് പഠിക്കാമെന്ന് വെച്ചാൽ സമയമില്ല. അപ്പം ഞാൻ കുറേ അത് ചാനലിലൊക്കെ നോക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ടൗണിൽ പോകണം. അമ്മ പോകുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. കറണ്ട് അഫയേഴ്സ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് വിഷമം. ബാക്കിയുള്ള എനിക്ക് അത്ര വിഷമമില്ല. പക്ഷേ കറണ്ട് അഫയേഴ്സ് കിട്ടിയില്ലെങ്കിൽ അയ്യോ എന്താ പറ്റി, ശ്രദ്ധിച്ചില്ലല്ലോ, ന്യൂസ് ശ്രദ്ധിച്ചില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള വിഷമം വരും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എനിക്ക് പഠിക്കാനും വായിക്കാനും ഇഷ്ടമാണ്, പ്രിപ്പയർ ചെയ്യാനും ഇഷ്ടമാണ് കേട്ടോ. നോട്ടൊക്കെ ഇരുന്ന് എഴുതാൻ കറണ്ട് അഫയേഴ്സിൻ്റെ ഇഷ്ടം കൂടിപ്പോയതാണ്ടോണോ എന്തോ ഇങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളൊക്കെ. അപ്പോൾ വേഗം പണികളൊക്കെ ഒതുക്കി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് പുറത്തു പോകണം. അങ്ങനെ ഇന്ന് മഴ ദിവസമാണെന്ന് തോന്നുന്നു, മഴക്കാർ. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. ഇത് കഴിക്കുന്നില്ലേ? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബീറ്റ്റൂട്ട്. അപ്പോൾ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കഴിക്കണം. കുളിച്ചു കേട്ടോ, പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ചു. ഇനി കഴിക്കണം. അപ്പോൾ അതിന് മുന്നേ സാലഡ് അരിയണം. അപ്പോൾ അതിൻ്റെ പണിയാണ്, സാലഡ് അരിയുന്ന എൻ്റെ പണിയാണ്. അപ്പോൾ അത് അരിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഞാനിടയ്ക്ക് വേറെ പല പണിക്ക് പോയി, അങ്ങനെ അങ്ങ് സമയം വൈകിപ്പോയി. ഉണങ്ങിയ തുണി എടുക്കാനായിട്ട് ടെറസിൽ പോയതാണ്. അപ്പോൾ ടെറസ് ഒന്ന് വൃത്തിയാക്കാമെന്ന് ചോദിച്ചു. ആകെ പൊടിയൊക്കെ പിടിച്ചെടുക്കുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി അങ്ങനെ കുറേ സമയം പോയി. എൻ്റെ അനിയൻ എപ്പോഴും പറയുന്നതാണ്, എന്തെങ്കിലും ഒരു പണിക്ക് പോയാൽ അതിനിടയിൽ വേറെ പല പണിക്കും പോവും, എന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അച്ഛൻ മൂവി കാണുക കേട്ടോ. ജനനായകൻ മൂവി OTTയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുന്നതിൻ്റെ ശബ്ദമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പം ഞാൻ അച്ഛൻ മൂവിയൊക്കെ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനും കഴിക്കാൻ പോവാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് ഉപ്പേരിയും മീൻ വറുത്തതും പിന്നെ മോര് കറിയും കുട്ടിയൊക്കെ അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഒന്ന് പഠിക്കാൻ വിചാരിച്ചു. കുറേ നാളായിട്ടോ പഠനമൊക്കെ മുടങ്ങിക്കിടക്കുക. ഇക്കഴിഞ്ഞ ജനുവരിയിൽ അവസാനിപ്പിച്ചതായിരുന്നു പഠനം. ഒരു മാമൻ്റെ മോൻ്റെ കല്യാണം, അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ്റെ കല്യാണം വന്നു. അങ്ങനെ മുടങ്ങിപ്പോയി. സൺഡേ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അത് നിർത്തി, പോണില്ല. കാരണം സൺഡേയിൽ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ കാരണം ആ ഒരു സമയത്ത് അങ്ങനെ നിർത്തിയതായിരുന്നു, പിന്നെ പോണില്ല. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠനം കുറച്ച് ദിവസമായിട്ടല്ലോ കേട്ടോ, ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. VF എക്സാം വരുന്നുണ്ട് സെപ്റ്റംബർ 3 സ്റ്റേജ് ആയിട്ടാന്ന് തോന്നുന്നു, സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിട്ട്. അപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ VF എക്സാമിന് എൻ്റെ ഫ്രണ്ട് തന്ന 2023
കഴിഞ്ഞ എക്സാമിന് കേട്ടോ, കഴിഞ്ഞ തവണത്തെ എക്സാമിന് VF-യുടെ എക്സാമിന് അതിന് വേണ്ടിയിട്ട് അന്നായിരുന്നു. അന്ന് പ്രിലിംസൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രിലിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തപ്പം എൻ്റെ മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങി തന്നതായിരുന്നു. നോ രക്ഷ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറേ കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ടെന്ന്. അതെ, കുറേ കാലമായി ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട്. എന്താവും നോക്കാം. ഇനി പുതിയതൊന്നും പഠിച്ചെത്താനുള്ള സമയമൊന്നുമില്ല കേട്ടോ. ഉള്ളതൊക്കെ പൊടിത്തട്ടി എടുക്കുക, റിവിഷൻ ചെയ്യുക, അതിനുള്ള സമയമൊക്കെ ഉള്ളൂ. അപ്പം സെപ്റ്റംബർ 19 ഫസ്റ്റ് സ്റ്റേജ് എന്ന് തോന്നുന്നു. അപ്പം അതിങ്ങെത്താറായി. അപ്പം ഇനി പുതിയത് പഠിച്ച് കളയാനും സമയമില്ല. എന്നാലും ഉള്ളതൊക്കെ വായിക്കാൻ റിവിഷൻ ചെയ്യുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതിനുള്ള സമയം. ഈ ടേബിൾ എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ പുതിയത് വാങ്ങിയതാ, ഒരു 2-3 ആഴ്ചയായിട്ടുള്ളൂ വാങ്ങിയിട്ട്. കാണിച്ചരാ, കണ്ടാ? ലാപ്ടോപ്പ് ടേബിളാ ഇത്. വലിയ ബലമൊന്നുമില്ല, എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. കുറേ നാളെ ഞാൻ വാങ്ങിയിട്ട് അത് കുറേ തപ്പി സെലക്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. കാരണം ചിലതിനൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ്സൊക്കെ വെക്കാൻ, ബോട്ടിലൊക്കെ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പ്ലെയിനായിട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ അതന്നെ സെലക്ട് ചെയ്ത് കുറേ തപ്പി ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലെ ലാപ്ടോപ്പ് ടേബിൾ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇനി കുറച്ച് നേരം പഠിക്കാം. മഴ കേട്ടോ, നല്ല മഴ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പുറത്ത് പോകണമെന്നാണ് കരുതിയത്. ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മടിയായി. കഴിച്ച് കഴിഞ്ഞപ്പോൾ മടിയായി. വിചാരിച്ചിന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഒരു PSC, ഞാൻ ലോങ് വീഡിയോസ് ചെയ്യൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു കുറച്ച് നാളിനി കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോസൊക്കെ ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ PSCയുടെ എൻ്റെ ഒരു PSC പഠനം ഞാൻ തുടങ്ങി എത്ര നാളുകൊണ്ട് PSC പഠിക്കുന്നു, അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഹോം ടൂർ ചെയ്യാം. ഞാനിപ്പോൾ അനിയൻ്റെ ബാംഗ്ലൂരുള്ള വീട്, പിന്നെ ഏഴുകോണിൽ കൊല്ലത്തുള്ള വീടൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഈ തൃശ്ശൂരുള്ള ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ ചെയ്യാം കേട്ടോ, ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. ലോങ് വീഡിയോസ് ചെയ്യൽ ഞാൻ കുറവാണ്. പിന്നെ ഷോർട്ട് വീഡിയോസിലാണെങ്കിൽ വ്യൂസ് അങ്ങനെ കയറുന്നില്ല. പിന്നെ ഞാൻ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇനി കുറച്ച് നാൾ ലോങ് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. നടക്കുമെന്തോ. പിന്നെ എല്ലാവരുടെയും ഓണമൊക്കെ ഇവിടെ വരെയായി. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓണത്തിന് അനിയനും അനിയത്തിയൊക്കെ വരും. രമേശും മീരയും വരും. അപ്പം അവർ കൊല്ലത്തുനിന്ന് ഇന്നലെ എറണാകുളത്ത് മഞ്ഞുമ്മലിൽ എത്തിയിട്ടുണ്ട് കൊല്ലത്തുനിന്ന്. അപ്പം നാളെ അവർക്കൊന്ന് കല്യാണമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അവർ ഇങ്ങോട്ട് വരും, രമേശും മീരയൊക്കെ ഓണത്തിന്. അപ്പം അത് പിന്നെ നമ്മൾ ഓണത്തിന് കുഞ്ഞൊരു സദ്യ. മധുരമില്ലാത്ത കാപ്പി. അടിപൊളി. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് രാവിലെ കടയിൽ പോകണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കടയിൽ പോകുന്ന പ്ലാൻ ചെയ്തു. പിന്നെ അത് മാറ്റി ഉച്ചയ്ക്ക് ശേഷമൊക്കെ. പിന്നെ വിചാരിച്ചു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞ് ഊണ് കഴിച്ചപ്പോൾ മടിയായി. അപ്പോൾ വിചാരിച്ചു കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന്. അപ്പോൾ പിന്നെയും കാപ്പിടി കഴിഞ്ഞപ്പോൾ പിന്നെയും മടിയായി പോയിട്ട് വരാൻ. അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാളെ ഒന്നും കൂടെ പോകേണ്ടി വരും, ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നാളെ പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്തെങ്കിലും മാറ്റം വന്നാൽ ഇന്നലെ പോകും. ഇന്ന് പോകണോ? രാവിലെ എടുത്ത് വെച്ചാണ് കേട്ടോ, ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ, അരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ എടുത്ത് കളഞ്ഞു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് വെട്ടി വെക്കാൻ കരുതിയത്. വെട്ടി വെക്കാനല്ല, വെട്ടി ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. കളയുണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെടികൾക്ക് ചെയ്യുന്ന വളം കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുക്കും.
ചെടികളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാറായിട്ടുണ്ട്. ഇനി സമയം നാളെ സമയം ഉണ്ടാവുമോ ഒന്ന് റെഡിയാക്കാൻ? എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. കുറേ നാളായി ചെടി ഗാർഡൻ വീഡിയോ ചെയ്തിട്ടും ഗാർഡനിൽ പണിയെടുത്തിട്ടും കുറേ നാളായി. ഒന്ന് സെറ്റ് ചെയ്യണം. ഇൻഡോർ പോട്ട്സ് ഒക്കെ കുറേ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുക. അത് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ലാന്ന് വെച്ചാൽ വെയിലടിക്കുന്നു. അപ്പോൾ പിന്നെ വെയിലില്ല, കുറച്ച് നേരം വെയിലുണ്ടാവില്ല, പിന്നെ അവിടെ പിന്നെയും വെയിൽ വരും. പിന്നെ നമ്മളതിങ്ങനെ മാറ്റിക്കൊണ്ട് പോകണം. പിന്നെ ഇങ്ങനെ മാറ്റി തിരിച്ചൊക്കെ വെക്കണം. പിന്നെ ഞാൻ അതെല്ലാം മാറ്റി. പിന്നെ മഴ പെയ്തൊക്കെ കോടിനകത്തൊക്കെ വെള്ളം നിൽക്കുന്നു, ചെളിയൊക്കെ പിടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അടുത്ത് ടെറസിൽ കൊണ്ടുവച്ചു. ഒന്നും ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചായിരുന്നു വൈറ്റ് ഇൻഡോർ പോട്ട്. പക്ഷെ അത് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ളൊരു സ്ഥലമില്ല. വെയിലടിക്കാത്ത ഭാഗത്ത് വേണ്ടി വെക്കാൻ. അപ്പം കുറച്ച് നേരം വെയിൽ കൊള്ളാതിരിക്കും, വെയിലടിക്കാതിരിക്കും, പിന്നെ വീണ്ടും അവിടെ വെയിൽ വരും. അപ്പം നമ്മളടുത്ത് മാറ്റാൻ നിൽക്കണം. അങ്ങനെ കുറേ അഗ്ലോണിമ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അഗ്ലോണിമയും കലാത്തിയൊക്കെ ഒരു വൈറ്റ് പോട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ 1-2 പ്ലാന്റ്സ് ഒക്കെ പോയി വെയിലടിച്ചിട്ട്. അപ്പം ഇനി വീണ്ടും ഒന്നൊന്ന് റെഡിയാക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഇനി ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് പോയില്ല കേട്ടോ, ടൗണിൽ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പിന്നെ പോയില്ല. അപ്പോൾ പുറത്ത് പോയി വന്നിട്ട് ഗാർഡൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഇനി അത് വരുന്ന പണിയാവും. സന്ധ്യയായി. അടുത്ത ദിവസം ഇനി ഓണം കഴിഞ്ഞിട്ട് ചെയ്യാൻ കരുതി. ഗാർഡനിൽ അങ്ങനെ ഇനി ഒരുപാട് അങ്ങനെ വലിയ പണികളൊന്നുമില്ല. എല്ലാം പെയിന്റ് ചെയ്തു, സെറ്റ് ചെയ്തു. പക്ഷേ ചെറുതായിട്ട് ചില പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ട്രിം ചെയ്യാനുണ്ട്. പിന്നെ വളം ഇട്ട് കൊടുത്തിട്ട് കുറേ നാളായി. ഇപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരുവിധം എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചതല്ലേ. ഇനി ആ ഇൻഡോർ പോട്ടില്ലേ, വൈറ്റ് ഇൻഡോർ പോട്ട്, അത് എന്തെങ്കിലും 1-2 പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഈ ഫ്രണ്ട് ഭാഗം ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതിനി ഓണം കഴിഞ്ഞിട്ട് നടക്കുള്ളൂ. മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരണം. ഒരു ദിവസത്തെ പണിയാണ് അതൊന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ചെയ്യാം. ഇനി നമുക്കിത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. കുറേ നാളായിരുന്നു ഗാർഡൻ വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇന്നൊരെണ്ണം ചെയ്യാമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയില്ല, എന്തായാലും ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതി. വേറൊന്നുമില്ല, സ്ഥിരം പരിപാടി തന്നെ. ഈ ചട്ടിനടുത്ത് ആ ചട്ടിലോട്ട് വയ്ക്കുന്നു, ആ പരിപാടി തന്നെയായിരുന്നു. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ആ പ്ലാന്റ് അല്ലെങ്കിൽ മൊത്തം പോവും. അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതി, പക്ഷെ നടന്നില്ല. കാണിച്ചു തരാം പ്ലാന്റിൻ്റെ അവസ്ഥ. കണ്ടോ, ടേർട്ടിൽ വൈൻ മൊത്തം പോയി. ഞാൻ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, മേഘനയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പം ഇതാകെ പോയി. ഇപ്പം ഈ അടിയിലത്തെ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ നല്ല, മേളിൽ നിന്നതെല്ലാം പോയി. അപ്പോൾ ഇതിങ്ങനെ മൊത്തം മൂടിക്കിടന്നിരുന്ന കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോട്ടിൽ വെച്ച്, ഇവിടെ ഫുൾ കണ്ടില്ലേ, എല്ലാം വൈറ്റ് പോട്ടായിരുന്നു. ഇവിടെ എല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് വൈറ്റ് പോട്ട്. അപ്പോൾ ഇതിങ്ങനെ പ്ലാന്റ് മൂടിക്കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് ഹാങ് ചെയ്തതാണ്. അപ്പം ഇതിനെ മാറ്റണം, ഒന്ന് റീസെറ്റ് ചെയ്യണം. ഈ ഒരു പ്ലാന്റ് മൊത്തം ഒന്ന് നശിച്ചു പോവും. കുറേ നാളായി വിചാരിക്കുന്നു, പക്ഷേ മടി എന്തോ ഒരു മടി. കാരണം ആ ഒരു കണ്ടിന്യൂറ്റി പോയതുകൊണ്ടൊക്കെ. അപ്പം ഈ ഒരു പോട്ടിൽ പ്ലാന്റ് ഇല്ല, അതും പോയി, കേടായിപ്പോയി. അപ്പം അതിൽ നിന്ന് ടേർട്ടിൽ വൈൻ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടിലോട്ട് വെക്കണം. അപ്പം അത് ഇനി അടുത്ത ദിവസം എപ്പോഴും ചെയ്യാമെന്ന് കരുതി. പക്ഷെ എത്രയും വേഗം ചെയ്യണം, ഇല്ലെങ്കിൽ അത് ആ പ്ലാന്റ് പോകും ആകെ.
അപ്പോൾ അതാണ് ഒരു പണി. ടേർട്ടിൽ വെയിൻ ഒന്ന് റീസെറ്റ് ചെയ്യണം. ഇതിനെടുത്ത് ഇപ്പുറത്തെ ഈ പോട്ടിലോട്ട് മാറ്റണം. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും വെക്കണം. അല്ലെങ്കിൽ പിന്നെ ആ പ്ലാന്റ് ആകെ നശിച്ചു പോവും. മുന്നേ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ടേർട്ടിൽ വെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ പോയി കേടായിപ്പോയി. നമ്മൾ ടൈല് വിരിക്കുന്ന സമയത്ത് മുറ്റത്ത് ഇൻ്റർലോക്ക് ഇടുന്ന സമയത്ത് മാറ്റിയപ്പോൾ അതെല്ലാം കേടായിപ്പോയി. കല്യാണത്തിൻ്റെ സമയത്ത് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. കാരണം നനയ്ക്കാൻ വരേണ്ടി വരാറില്ല, കാരണം മഴയായതുകൊണ്ട്. പിന്നെ ഒരുപാട് അങ്ങനെ കെയറൊന്നും വേണ്ട പ്ലാന്റ്സ് ഒന്നും അല്ലല്ലോ, പ്ലാന്റ്സ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ ഈ വഴിക്ക് വന്നിട്ടില്ല. എല്ലാം ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. കണ്ടില്ല, ഫിലോഡൻഡ്രോനൊക്കെ പോയി തുടങ്ങി. കണ്ടോ, വെയിലത്തിരുന്നിട്ടാണ് കണ്ടോ ഈ ഒരു പ്ലാന്റ്. ഇത് നല്ല ഗ്രീനായിട്ട് തിക്കായിട്ട് നിൽക്കേണ്ട ഒരു പ്ലാന്റാണ്. അത് വെയിലത്ത് നിന്നിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റണം, തണലത്തോട്ട് മാറ്റി വെക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. ഇനിയിപ്പം ഓണത്തിനിടയ്ക്ക് നടക്കത്തില്ല, പിന്നെ എപ്പോഴെങ്കിലും ചെയ്യണം. ഓണം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെയാണ് ഗാർഡനിലെ വിശേഷങ്ങൾ. ഇനിയൊരു പണിയും കൂടെ ഉണ്ട്. ഒരു ചെമ്പരത്തി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ കല്യാണത്തിന് മുന്നേ വാങ്ങി വെച്ചതായിരുന്നു. അമ്മയ്ക്ക് പൂക്കളുള്ള ചെടികളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ ഇതൊരു പോട്ടിലോട്ട് മാറ്റിയിട്ടില്ല. അതങ്ങനെ ആ ഗ്രോ ബാഗിനകത്തിരിക്കുക. അപ്പോൾ അതിനെ പോട്ടിലോട്ട് മാറ്റണം. പിന്നെ ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ലക്കി ബാമ്പു പോട്ടിൽ നിൽക്കുന്നുണ്ട്. 1-2 പോട്ടിൽ ലക്കി ബാമ്പു ഉണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തൊന്ന് മണ്ണിൽ മാവിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണം. കുറച്ച് ഭാഗത്ത് ചുമ്മാ ഒരു ഗ്രീനറിക്ക് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. അത് ചെയ്യണം. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട്, ഇനി ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ കരുതി. ഇനി നാളെ ഫുൾ ക്ലീനിങ് ആണ്. കുറേ ക്ലീനിങ് ഉണ്ട്. പിന്നെ അനിയനും മീരയൊക്കെ വരുമല്ലേ, അപ്പോൾ അതിനോടനുബന്ധിച്ചും ഓണത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമുക്ക് ഗാർഡൻ വീട്ടിലോട്ടൊക്കെ കടക്കാം. കുറച്ച് അഴിച്ചുപണിയുണ്ട് ഗാർഡനിൽ, അതൊക്കെ സെറ്റ് ചെയ്യണം. ക്ലീനിങ് ഒക്കെ നാളെ ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷെ അമ്മ ദാ ഇന്നേ തുടങ്ങി കേട്ടോ, അമ്മയുടെ ഒക്കെ ക്ലീനിങ്. ക്ലീനിങ് ഒക്കെ നാളെ ചെയ്യാമെന്ന് കരുതിയിരുന്നത്. ഇത് പെട്ടെന്ന് എന്ത് പറ്റി? യെസ്, നാളെ ഞങ്ങൾ ഇന്ന് പോകാതിരുന്നാണല്ലോ, മാറ്റിയില്ല. അപ്പോൾ നാളെ ഇനി പുറത്ത് പോയി വന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നാൽ പിന്നെ ലേറ്റ് ആവും. പിന്നെ ഇതൊന്നും നടക്കില്ല. പിന്നെ വേറെയും കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പം അമ്മ ഇതാ മതിലൊക്കെ കഴുകി വൃത്തിയാക്കാൻ കേട്ടോ. ഇത് കഴുകി ഈ ഒരു ഇപ്പുറത്തെ സൈഡ് കഴുകി, ഇനി ഇതാ ഇപ്പുറത്ത് കഴുകാണ് കേട്ടോ. മറ്റടുത്ത് ആ പൈപ്പിൻ്റെ അടിയിൽ ക്ലീൻ ചെയ്തില്ലേ? ആ പൈപ്പിൻ്റെ അടിയിൽ പച്ച കളറ്, ആ പൈപ്പിൻ്റെ അവിടെ. അപ്പം മതിലൊക്കെ ഉരച്ച് കഴുകണം. പണിയെടുക്കട്ടെ. ഞങ്ങൾ അവിടെ ഇരുന്ന് ഏതിലെ ഏതിലെടുത്തരാൻ? അതങ്ങോട്ട് മനസ്സിപ്പോ പൈപ്പ് എടുത്ത് കൊടുക്കട്ടെ. ഓഫ് ഏതിൽ? യുജിനയുടെ അപ്പുറത്തൂടെ അല്ലേ? ഇപ്പോൾ ഓഫ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ ഈശ്വര. എപ്പോഴേക്ക് ഒരു കാര്യമില്ല കേട്ടോ. ഇന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ തീർന്നു. രാത്രി ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെളിയാവും. വെറുതെ കിടന്ന് മെനക്കിടുക. എനിക്ക് വയ്യ, ഈ ഭാഗത്തെ പണി കുറച്ച് മടിയാണ് എനിക്ക്. മടിയല്ല, ഞാൻ കുളിച്ചൊക്കെ ഇരിക്കുന്നു. എനിക്ക് വയ്യ. അല്ലേ ചെയ്യായിരുന്നു കേട്ടോ, ഹെൽപ്പ് ചെയ്യായിരുന്നു. ഒരു മൂഡില്ല. നമുക്ക് ചില പണികളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മൂഡ് വേണ്ടേ. അപ്പോൾ ആ ഒരു മൂഡില്ല. അമ്മ ചെയ്യട്ടെ.
നാളെ ബാക്കി ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്യാം. ഓക്കെ. എന്തുവാ എന്തായി ഓണം? ഓണക്കിറ്റ് തന്നെ ഇതെന്താ? അരി എന്താ? ചുമന്നരിയാണോ മട്ടയാണോ? ഉണക്കിറ്റ് ഇതാണോ? 51 ആയിട്ടുണ്ട്. 15 കിലോ അരി പോരെ. ഇതൊക്കെ ഓണത്തിന് കഴിയോ? എന്താ ചായ കഴിയണം. പോരാത്തതിനൊരു പോരെ. ഇതല്ലേ അത് ഞാൻ പോട്ടെ. അയ്യോ ചായ ഇപ്പൊ കുടിക്കണ്ടല്ലോ. ചായ വേണോ? കാപ്പി ഇട്ടാത്തെ? അപ്പൊ അരി കൊണ്ടാണ് കാല് മാറി. അപ്പൊ അരി കൊണ്ട് കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ബോണ്ടേ കൊടുക്കുക. അത് ബോണ്ട ഞങ്ങളിപ്പോ ഓണക്കിറ്റാണ് ഗൈസ്, ഓണക്കിറ്റ്. ഇത് അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ശശിയങ്കള്. അപ്പോൾ അച്ഛനും ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വകയാണ് ഓണക്കിറ്റ്. അപ്പോൾ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ എന്തോ ഒരു കാര്യമൊക്കെ പറയുമായിരുന്നു, എന്തോ വണ്ടിയുടെ എന്തോ കാര്യമൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓണക്കിറ്റ് കൊണ്ടുവന്നിട്ട് പോവാണ്. ഓണക്കിറ്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അതിനകത്ത്. ഇതെന്തുവാ? പൊടിയരി, നുറുക്കോതമ്പ്, ഇത് കണ്ടോ, വിസിബ് ഹോംലി. ഇത് അച്ഛൻ വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ. അപ്പം അവരുടെ വകയാണ് ഈ കിറ്റ്, ഓണക്കിറ്റ്. സോപ്പ്, പാലട പായസം മിക്സ്, തോടൂർ വാളൻപുളി, ലിക്വിഡ് കേട്ടോ, പാത്രം കഴുകുന്ന ലിക്വിഡ്, എന്തോ ബിരിയാണി റൈസാ. ബിരിയാണി കിറ്റ്. അതെന്തുവാ? വറുത്ത റവ. ആ, സോയാബീൻ. ഇത് വേണോട്ടോ ബിരിയാണി കിറ്റ്. എന്ത് വെളിച്ചെണ്ണയാ? ഇടല്ലേ വെളിച്ചെണ്ണ, ശർക്കര, സാമ്പാർ പൗഡർ, ഗരം മസാല, ചിക്കൻ മസാല. എന്തുവാ? ഇത് പുട്ടുപൊടിയാ, ഇത് പൊട്ടുപൊടി. അതെന്തുവാ? സാധാ പത്തിരി അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട്, ഇടിയപ്പം. കഴിഞ്ഞോ? ഇതെന്തുവാ? ദാഹശമനി, കായം, നെയ്യ്. അപ്പം ഇത്രയാണ് കേട്ടോ ഓണക്കിറ്റിലുണ്ടായിരുന്ന സാധനങ്ങൾ. പിന്നെ അരി ഉണ്ടായിരുന്നല്ലോ, അരി 15 കിലോ അരി. ഉണ്ടമട്ട കണ്ടോ, ഉണ്ടമട്ട. ഓണക്കിറ്റ് അടിപൊളി. അച്ഛനോട് സിനിമ കാണുന്നുണ്ട്, രാവിലെ കണ്ടതിന്റെ ബാക്കി ഇപ്പോൾ പുറത്തു പോയി വന്നിട്ടായിരുന്നു കാണുന്നത്. അപ്പം അതിന്റെ ശബ്ദം. ശർക്കര വരട്ടി,
അടിപൊളി. നല്ല മുരിഞ്ഞ ശർക്കര. അടുത്തതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇതെല്ലാം എടുത്ത് വെക്കണം. അതെല്ലാം എടുത്തിന് ടിന്നിലൊക്കെ ആക്കി വെക്കണം. നല്ല പണിയാണ്, കുറച്ച് പണിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.